ഞങ്ങള് ഹോസ്റ്റലിൽ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഒരാളെ കയറി വല്ലാതെ ശല്യമാണ്. ഞങ്ങൾ കേസ് കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. ഞങ്ങൾ പ്രിൻസിപ്പൽ മുതൽ ഞങ്ങളെ മാനേജ്മെന്റിന് മുതൽ ഞങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും. എന്നിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ സഹിക്കുന്നതാ. ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ 70ഓളം പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണിത്. എന്നിട്ടും ഞങ്ങൾ പ്രശ്നം വന്ന് പറയുമ്പോൾ ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലാണ് MSM കോളേജ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നു, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത്. വെള്ളിയാഴ്ച മുതൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇവൾ ഉൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിന്റെ മുകളിൽ കൂടെ ഓടുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെന്റിന് മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ചാ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ് ടോയ്ലറ്റിലെത്തി അവളുടെ റൂമിൽ കയറി അവൾ കണ്ട് പേടിച്ച് ഈ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കേൾക്കാനാവില്ല. സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഞങ്ങൾ ഉറങ്ങാതിരിക്കണം. ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാ. ഉറങ്ങാതിരിക്കണം ഞങ്ങൾ ആരോടും പറഞ്ഞു വെച്ചാൽ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതാ കാണുന്നത്. ഇവളും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ സെക്യൂരിറ്റി ഇന്ന് നിന്ന ഒരു വുമൺ സെക്യൂരിറ്റിയാ. അവരടക്കം ഞങ്ങൾ ഇന്ന് ടെറസിന്റെ മുകളിൽ അയാളെ കണ്ടു. എന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ മാനേജറുടെ വീട്ടിന്റെ മുന്നിലാണുള്ളത്. എന്നിട്ട് അവർ ഞങ്ങളോട് ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് എവിടെ എന്ത് സെക്യൂരിറ്റിയാ ഞങ്ങൾക്കുള്ളത്? എന്റെ വീട് വയനാടാ. ഇവിടൊക്കെ ദൂരെയുള്ള കുട്ടികളെ ഇവിടെയൊക്കെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കുട്ടികളെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ ഇവിടെ താമസിക്കണ്ടേ? ഞങ്ങൾ 70 കുട്ടികളുണ്ട് ഇവിടെ. ഇവരെല്ലാവരും അവസ്ഥ ഇതാണ്. ഒരു രാത്രി പോലും ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് തോന്നാത്ത പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ബാഡ്ജ് പോലെ ഉണ്ടല്ലേ? ഇത് അതിന്റെ മുന്നേയുള്ള ദിവസം വന്നതല്ല, ഇന്നലെ